അടിപൊളി കാപ്പിരി കോഴിയും കുഞ്ഞുങ്ങളാണ് കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന കാപ്പിരി അമ്മക്കോഴിയും സാധാ നാടൻ കോഴി കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇതിൽ കാണുന്നത് തനി നാടൻ തന്നെയാണ്, നാടനിൽ പെട്ട കോഴി തന്നെയാണ്, അടയിരിക്കുന്ന കോഴി തന്നെയാണ്. ഇത് പുള്ളി ലെവലിൽ വരുന്നതാണ്, പുള്ളി കാപ്പിരി അങ്ങനത്തെ ഐറ്റംസിൽ വരുന്നതാണ്. ചിലർ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് ഫാൻസി അല്ല എന്ന് വയ്ക്കലുണ്ട്. ഇത് ഫാൻസി അല്ല, നാടൻ തന്നെയാണ്. കണ്ടില്ല, കുഞ്ഞുങ്ങളൊക്കെ എല്ലാവരും ഉള്ളിലൊതുക്കി സാധാ മാതിരി അടയിരിക്കണ്. 10-15 മുട്ട ഇടണ്, അടയിരിക്കണ്. കുഞ്ഞുങ്ങളെ വിരിയിച്ച കുഞ്ഞുങ്ങളെ കറക്റ്റായിട്ട് നോക്കുകയും ചെയ്യും. നല്ല സ്ട്രോങ് ആയിട്ട് നോക്കണ അമ്മക്കോഴിയാണ്. ഉണ്ടല്ലേ, ഇതിൽ 10-11 കുഞ്ഞുങ്ങളുണ്ട്, 11 കുഞ്ഞുങ്ങളാന്ന് തോന്നുന്നുണ്ട് ഇതിലുണ്ട്. ഒക്കെ നാടനാണ് കേട്ടോ കുഞ്ഞുങ്ങൾ. നാടൻ എന്ന് പറഞ്ഞാൽ എല്ലാം നാടൻ തന്നെയാണ്, സാധാണ്, കാപ്പിരി അല്ല എന്നാണ് പറഞ്ഞതിന് ഉദ്ദേശം. ഉണ്ടല്ലേ, കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ പുല്ല് കൊത്തിയാണ്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ അമ്മക്കോഴിൻ്റെ അതേമാതിരത്തെ കുഞ്ഞുങ്ങളൊറ്റൊന്നും ഉണ്ടാവില്ല, കാരണം ഇത് നമ്മൾ വേറെ തന്നെ ചെയ്യുന്ന കാപ്പിരി ഐറ്റംസ് ഉണ്ട്. അതിലുള്ള അമ്മക്കോഴി അടായപ്പോൾ അതിൽ സാധാ നാടൻ കോഴിൻ്റെ മുട്ട വെച്ചാണ്ട്, കാപ്പിരി അല്ലാത്തതിൻ്റെ മുട്ട വെച്ചാണ്ട് വിരിച്ചതാണ്. ഉണ്ടല്ലേ, കുഞ്ഞുങ്ങളൊക്കെ സാധാ ലെവലിൽ തന്നെ നോക്കണുണ്ടല്ലേ. അപ്പോൾ ഈ കോഴിനെ കാണുമ്പോൾ ചില ഫാൻസിയാന്ന് പറയുന്നുണ്ട്. അതേമാതിരി കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഒക്കെ ഫാൻസി ലുക്കാണ് കണ്ടാൽ തോന്നുക. ഇത് കാൽമ തൊപ്പ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, കറക്റ്റ് അടയിരിക്കുന്ന കോഴിയാണ്. പിന്നെ സാധാ നാടനിൽ തന്നെ വരുന്നുണ്ടല്ലോ, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുള്ളൂ. അങ്ങനത്തെ വേണ്ടിയവർക്ക് അങ്ങനത്തെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വേറെ തന്നെ ചെയ്യുന്നത്. പിന്നെ സാധാ ലെവലിലും കാപ്പിരി വരലുണ്ട്, അത് നമ്മളെ സ്റ്റോക്കിൽ ഒറ്റൊന്നുമില്ല. നേക്കടൊക്കെ കുറച്ചൊക്കെ ഉണ്ട്, നേക്കടും വളരെ കുറവാണ്. കാരണം കൂടുതൽ ആൾക്കാർക്ക് വേണ്ടത് സാധാ കറക്റ്റ് നാടനാണ് വേണ്ടത്. സാധാ ലെവലിലുള്ള നേക്കടും കാപ്പിരി ഒന്നും അല്ലാത്ത ലെവലിലുള്ളതാണ്. പിന്നെ കാപ്പിരി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ഭംഗിക്ക് വളർത്തുന്നത്, സംഗതി ഫാൻസി അല്ല. ആ സ്ഥാനത്ത് ഒരു ഭംഗിക്ക് വളർത്തണമല്ലോ. ചിലർ നല്ല അടിപൊളി മുറ്റ ഇൻ്റർലോക്കൊക്കെ കിട്ടുമടുത്ത് അതിനെ മുറ്റത്തിൽ തന്നെ നീളത്തിൽ നെറ്റൊക്കെ അടിച്ചാണ്ട് നല്ലൊരു അടിപൊളിയായിട്ട് സെറ്റാക്കിയാണ്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അങ്ങനത്തെവരൊക്കെ നമ്മളടുത്ത് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി 2 മാസം 1 മാസം 1.5 മാസമായ കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുപോയിക്കാണ്ട് വളർത്തി സെറ്റാക്കുന്നവരൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഈ ബോക്സിൽ തന്നെയാണ് അടയിരുന്നത്. അപ്പോൾ ഇതുപോലുള്ളതൊക്കെ കൊടുക്കലുണ്ട്. അമ്മക്കോഴിൻ്റെ അതേമാതിരത്തെ വളരെ കുറഞ്ഞ സ്റ്റോക്കുള്ളൂ, അത് തന്നെ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങാനുള്ള കുറച്ചുള്ളൂ. ഇത് അമ്മക്കോഴി നമ്മൾ വെള്ളം കയറിയ മഴ വെള്ളം ആ സമയത്താണ് അടയിരുന്നത്. ആ സമയത്ത് ചെറുങ്ങനെ നനഞ്ഞുകൊണ്ടാണ് അതിൻ്റെ വാലൊക്കെ ഒന്ന് മോശമായിന്. ആൾ അടിപൊളിയാണ്, നല്ല ഭംഗിയിൽ കൊണ്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട്. അവസാനത്തെ നമ്മൾ പുറത്തേക്ക് സാധാ ലെവലിലാണ്ട് അയച്ചു വിട്ട് കഴിഞ്ഞാൽ ഈ ലെവലിലൊന്നും കിട്ടില്ല, കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നതും കറക്റ്റ് ആവില്ല. നമ്മൾ പൂവനും പടി ഇതേ ലെവലിൽ ചെയ്യണതാണ്. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടില്ല, നല്ല അടിപൊളി ലൈനേജിലാണ് തോനും വരുന്നത്. ഇതൊക്കെ സിൽവർ ലൈൻ ആവാൻ സാധ്യത ഉണ്ട് കണ്ടിട്ട്. ഉണ്ടല്ല, നല്ല അമ്മക്കോഴിയാണ്. അപ്പോൾ അതുപോലുള്ളതൊക്കെയാണ് പല ഐറ്റംസിലാണ് നമ്മൾ കൊടുക്കുന്നത്. സ്ഥലം വരുന്നത് കോഴിക്കോട് മലപ്പുറം ബോർഡർ രാമനാട്ടുകാരാണ്. ഉണ്ടല്ലോ, പുല്ലൊക്കെ കൊത്തി കഴിക്കണ്. വാല് കുറച്ച് കൊഞ്ഞു പോയിന്, അത് പുതിയത് വരുന്നുണ്ട്, നോക്കിയാൽ തന്നെ മനസ്സിലാവും. അമ്മക്കോഴിന് കൊടുക്കുന്നില്ല കേട്ടോ, അത് കുഞ്ഞുങ്ങളാണ് നമ്മൾ കൊടുക്കുക, 1 മാസമായാലും കൊടുക്കാനുള്ളതാണ്. അമ്മക്കോഴി എടുക്കാവുമ്പോൾ കൂടുതൽ റേറ്റ് വരും, അതുകൊണ്ട് ആണ് പറയണത്. പിന്നെ നമ്മൾ കൂടുതൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ട്. ഇതിൻ്റെ ഫേസ്ബുക്ക് യൂട്യൂബിൻ്റെ ഒക്കെ നിയമ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വാട്സാപ്പിൽ നമ്പർ ഇട്ടിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ വിളിക്കുക. എന്നാൽ കൂടുതൽ കാര്യങ്ങളും കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു തരും. ചിലപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോ നിങ്ങൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാവും കാണുന്നത്, അത് കറക്റ്റ് പിറ്റേന്ന് തന്നെ സാധനം പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ വിളിക്കുക. കാരണം എപ്പോഴും വിളിച്ചാൽ കിട്ടില്ല, അതാണ്. കുറേ ആൾക്കാർ 2-3 വട്ടം വിളിച്ചൊക്കെ ഉണ്ട്, നമ്മളെല്ലാം തിരിച്ച് വിളിക്കാനില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല ഐറ്റംസാണ് നമ്മൾ കൊടുക്കുക. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ, അടിപൊളി നാടനാണ്. അപ്പോൾ എല്ലാ വെറൈറ്റിയിലും കൊടുക്കുന്നുണ്ട്, കാപ്പിരി അല്ലാത്ത ഉള്ളിയും കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കുറച്ച് തൂവൽ പോയതാണ് കേട്ടോ, ജർഗിൻ്റെ അവിടെയൊക്കെ വെള്ളം കാണുന്നത്, അതിൻ്റെ ഇടയിലൊക്കെ ബ്ലാക്ക് വരുന്നുണ്ട്. ഉണ്ടല്ലേ, നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള ഐറ്റംസാണ്. ഇതിൻ്റെയൊക്കെ ചെറുതാണ്, 3-4 മാസമാവണ എന്നുള്ള ഫോട്ടോ ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ അത് നമ്മൾ നിലത്ത് മണ്ണുള്ള ഒരു ലെവലിലാണ് വളർത്തുന്നത്, നെറ്റൊന്നുമല്ല, അതുകൊണ്ട് അതിൻ്റേതായ മാറ്റങ്ങളുണ്ടാവും. ഇതൊക്കെ നമ്മളിവിടെ വിരിഞ്ഞ് വളർന്ന കുഞ്ഞുങ്ങളാണ് കേട്ടോ, ഇവിടെ തന്നെ വളർന്നു വന്നതാണ്. അപ്പോൾ ഇതുപോലെ ഓരോ ഐറ്റംസിലാണ് കൊടുക്കുന്നത്. അപ്പോൾ വേണ്ടിയൊരു മെസ്സേജ് അയച്ചാൽ മതി. ഹൈവേ ഡെലിവറി ഉണ്ട്, 300 രൂപ എക്സ്ട്രാ ചാർജ് വരും. കണ്ടില്ലേ, കുഞ്ഞുങ്ങളെ കറക്റ്റായിട്ട് നോക്കണേ, സാധാ നാടൻ തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ളതൊക്കെ വേണമെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജാണെങ്കിൽ ഫോളോ ചെയ്യുക, കൂടെ എന്നാലേ നമ്മളെ ഇടുന്ന ഓരോ പോസ്റ്റുകളും കാണാൻ പറ്റും. സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ വീഡിയോ ഇടാനും അതിനനുസരിച്ച് സെറ്റാക്കി തരാനും പറ്റുള്ളൂ. പിന്നെ കുറേ ആൾ വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ, ഞാൻ ആദ്യം പറഞ്ഞിന് മഴ വെള്ളമൊക്കെ ആയതുകൊണ്ട് കുറച്ച് താമസം ഉണ്ടാവും ഇനി. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. സാധനം എന്തായാലും എല്ലാവർക്കും എത്തും.